പാമ്പ് വാർത്തകൾ തീരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ എറണാകുളത്ത് നിന്ന് വരുന്ന ഒരു വാർത്തയാണ്. പെരുമ്പാവൂരിൽ അടയിരുന്ന മൂർഖൻ പാമ്പിനെ പിടികൂടി. മണ്ണൂർ കുഴിയൂരിലാണ് പാമ്പിനെയും 20-ലേറെ മുട്ടകളും കണ്ടെത്തിയത്. കുട്ടികൾ കളിക്കുന്നതിനിടയിൽ പാമ്പിനെ കണ്ട് വിവരമറിയിക്കുകയായിരുന്നു. ലാൽ കൃഷ്ണയുണ്ട കൊച്ചിയിൽ നിന്ന്. ലാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ മലബാറിലെ ഒരു പ്രദേശത്ത് കണ്ടാണ്. ഇതിപ്പോൾ ഇവിടെയുണ്ട്, ഈ പെരുമ്പാവൂർ ഭാഗത്തും കണ്ടിരിക്കുന്നു. കുട്ടികൾ കളിക്കുന്നിടത്താണ് എന്നുള്ളതാണ് കൂടുതൽ ആശങ്കയുണ്ടാക്കുന്ന കാര്യം. തീർച്ചയായിട്ടും അനിൽ പറഞ്ഞ പോലെ കുട്ടികൾ വെക്കേഷൻ സമയം ആയതുകൊണ്ട് തന്നെ പലരും പുറത്തിറങ്ങി കളിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെരുമ്പാവൂർ മേഖല എന്ന് പറയുന്നത് തോട്ടങ്ങളൊക്കെ കൂടുതലുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തോട്ടങ്ങളിൽ ഉള്ള കളികൾക്കാണ് അവർ കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം ആകുമ്പോൾ കനാലിലേക്ക് പോകും. പക്ഷേ ഈ തോട്ടങ്ങളിലുള്ള കളിക്കിടയിലാണ് അപ്രതീക്ഷിതമായിട്ട് മൂർഖം പാമ്പിൻ്റെ തല കണ്ടത്. മാളത്തിൽ നിന്ന് തല കണ്ടു എന്നുള്ളതാണ് കുട്ടികൾ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞനുസരിച്ച് വീട്ടുകാർ എത്തി അവിടെ പാമ്പുണ്ടോ എന്ന സംശയത്തിൻ്റെ പുറത്ത് ഈ പാമ്പിനെ പിടിക്കുന്ന സർപ്പയുമായി ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചു വരുത്തുകയായിരുന്നു. അങ്ങനെയാണ് നിരവത്ത് ജോസ് എന്ന് പറയുന്ന ആളുടെ വീട്ടിലെ ഒരു മൺപുറ്റ് പൊളിച്ച് നോക്കുന്ന സമയത്താണ് ഒരു വലിയ പാമ്പിനെ അവിടെ നിന്ന് കണ്ടെത്തുന്നത്. പാമ്പ് മാത്രമല്ല, പാമ്പിൻ്റെ കൂടി 20-ലേറെ മുട്ടകളും അവിടെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് കുട്ടികളെ അവിടെ നിന്ന് പൂർണ്ണമായും മാറ്റി. മാത്രമല്ല, കരിയിലകളടക്കമുള്ള പ്രദേശങ്ങൾ ഉള്ളതിനാൽ തന്നെ കുട്ടികളോട് കൂടുതൽ ജാഗ്രത പാലിക്കണം എന്നീ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. തണുപ്പ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, ചൂടുകാലമായതുകൊണ്ട് തന്നെ തണുപ്പ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പരമാവധി ഇത്തരം കരിയിലകൾക്കിടയിലോ അല്ലെങ്കിൽ വിറകുകൾക്കിടയിലോ ഒക്കെ അഭയം പ്രാപിക്കുന്ന സമയമാണ് പാമ്പുകൾ. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. ചൂട് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഇതിനുള്ള സാധ്യതകളും അപകട സാധ്യതകളും വളരെ കൂടുതലാണ് എന്നുള്ളതുകൊണ്ടാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. എന്താണെങ്കിലും പെൺവർഗത്തിൽപ്പെട്ട ഒരു പാമ്പാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വനം വകുപ്പിന് പാമ്പിനെ കൈമാറുകയും ചെയ്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.